അയാള് കത്തനാരല്ല, അയാള് ചാത്തൻ സേവയുടെ ആളാ, സാത്താൻ സേവ. ഒരുപക്ഷെ ലോകത്തിലുള്ള ഒരച്ഛനും ചെയ്യാൻ കഴിയാത്ത കാര്യം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ചാത്തൻ സേവ ചെയ്യാൻ കഴിയും? അതെ, നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് കാര്യങ്ങൾ. പാർട്ട് 4 എല്ലാവർക്കും സ്വാഗതം. റൂഹിജാൻ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് പല കാര്യങ്ങളും തുറന്നു പറയാനാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആത്മാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ചില മനുഷ്യന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ ഈ മനുഷ്യന്റെ പേര് നമ്മൾ സിമ്പിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അത്രക്ക് സിമ്പിൾ അല്ല, കാര്യങ്ങൾ കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് ആ പേര് ചില ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം ചെറുതായിട്ടൊന്ന് മാറ്റാൻ പോവുക. വിഷപ്പ. ഓക്കെ, തുടങ്ങാം. തൻ്റെ 13-ാം വയസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ശരീരത്തിലേക്ക് ഒരു പ്രേതബാധ കയറുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിൽ വളരെ മാരകമായിട്ടുള്ള, വളരെ ശക്തിയോട് കൂടിയിട്ടുള്ള ഒരു ആത്മാവ്. അവരുടെ വീട്ടുകാരെല്ലാവരും ഭയപ്പാട് കൊണ്ട് അവനെ നോക്കുന്നു. ഈ സമയത്ത് ദൈവികമായ ഒരു ശക്തി അവനിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ആ വീട്ടുകാർ പ്രാർത്ഥനയിൽ മുഴുകുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ്. എന്നാൽ അന്ന് കയറിയ ആ ഒരു രൂപമുണ്ടല്ലോ, ആ ഒരു രൂപം സാത്താന്റെ രൂപം, അത് അവന്റെ ഇടം നെഞ്ചില് കാലങ്ങളായിട്ട് കുടിയേറിയിരുന്നു എന്ന് വേണം പറയാം. ഇപ്പോ ഈ സാങ്കല്പികമായ കഥ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ആളുകളുടെ ചോദ്യം. അതെല്ലാം വിഷൻസ്, എൻ്റെ വിഷൻസ് ആണ് എന്ന് പറയേണ്ടി വരും. ഇന്ന് കഥ കുറച്ച് ഗൗരവമുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഗെറ്റപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു ഗെറ്റപ്പിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, വിഷയത്തിലേക്ക് കടക്കാം. മീനമ്മ എന്ന് പറയുന്ന ആ വ്യക്തിയെ ചതിച്ചുകൊണ്ടാണ് 40 കോടി രൂപ വിലമതിക്കുന്ന അത്രയും വലിയ സ്വത്ത് ഈ പറയുന്ന വിഷപ്പാമ്പ് കൈക്കലാക്കുന്നത്. ഈ മീനമ്മക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനുമുണ്ട്. ഈ സഹോദരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു വൃദ്ധസദനത്തിൽ ആരോരുമില്ലാതെ, ആരും തിരിഞ്ഞു പോലും നോക്കാനില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. മറ്റൊരു സഹോദരി ഒരു ഗവൺമെന്റ് അനാഥാലയത്തിലാണ് മരിച്ചു വീണത്. കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ അനുഭവിക്കാൻ വിടാതെ വിഷപ്പാമ്പെല്ലാം കൈയടക്കി വെച്ചു. എന്തിനേറെ പറയുന്നു, മീനമ്മക്ക് പോലും അതിൽ നിന്നൊരു തുട്ട് നാണയം പോലും എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കോടീശ്വരിയാണ്, പക്ഷേ മരിക്കുന്ന നേരത്ത് പോക്കറ്റിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 10 രൂപ നോട്ട് മാത്രമാണെന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. 40 ലക്ഷത്തിന്റെ മുകളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വിഷപ്പാമ്പ് ഇട്ടുകൊടുത്തിരുന്നു. കേസിൽ നിന്ന് ഊരിപ്പോരാൻ ഒരു ചെറിയ ഡ്രാമ. പക്ഷേ അതും അവർക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. ഈ ഒരു സീരിയലിന്റെ തിരക്കഥ സിനിമയാക്കിയാലോ എന്നൊരു ചിന്ത എനിക്കിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിഷപ്പാമ്പിന്റെ ചതിയെക്കുറിച്ചിട്ടും മീനമ്മയുടെ അൺടോൾഡ് സ്റ്റോറിയെ കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഈ കഥ തികച്ചും സാങ്കല്പികമാണ് എന്ന് ഇടക്കിടക്ക് ഞാൻ പറയുന്നു. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ പലതും ഇതിൽ നടത്തിയെടുത്തു കൊണ്ടുപോയിട്ട് ഇന്നതാണ് എന്ന് നിങ്ങളായിട്ട് പറഞ്ഞു വെക്കുന്നത്? നോട്ട് ദി പോയിന്റ്. എൻ്റെ കഥ എൻ്റെ മാത്രം ഭാവനയിൽ വിരിയുന്നതാണ്. അത് മറ്റുള്ള ആളുകളുടെ ഭാവനയിൽ വിരിയുന്നുണ്ട് എങ്കിൽ അത് കോപ്പിറൈറ്റ് ആണ്, എൻ്റെ കോപ്പിറൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ, 2 സഹോദരിമാരിൽ ഒരു സഹോദരി ഒരു വൃദ്ധസദനത്തിൽ മരിച്ചു വീഴുമ്പോൾ മറ്റൊരു സഹോദരി കാനഡയിലോ മറ്റോ ജീവിച്ചിരിപ്പുണ്ട്. അവര് ഭയം കൊണ്ട് പുറത്തു പോലും വരുന്നില്ല. കാരണം വിഷപ്പാമ്പിന്റെ കൂടെയുള്ളത്, അദ്ദേഹത്തിന്റെ കരങ്ങളിലുള്ളത് ചാത്തൻ സേവ. പേടിയാണ് പല ആളുകൾക്കും. ഇത് പല ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. ഈ ഒരു സ്വത്തിന് അവകാശമുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയുടെ വക്കീലിന് കേസ് വിളിക്കുന്ന ദിവസങ്ങളിലൊന്നും ചെല്ലാൻ കഴിയാറില്ല. പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യൻ തലേ ദിവസം കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം കേസിനായിട്ട് പ്രിപ്പയർ ചെയ്ത് പുറത്തിറങ്ങാൻ നേരത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ കേസ് കൊടുത്ത ആ വ്യക്തിക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയാം. ഭയപ്പാട് ഉണ്ടാക്കണ്ട എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് പറയാതെ മാറ്റിവെക്കുകയാണ്. പക്ഷേ കേസ് കൊടുത്ത ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് പല അപകടങ്ങളും. 3 തവണ കാർ ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ വലിയ ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ, യേശുവിൽ അത്രമാത്രം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ട് കരകയറി വന്നു എന്നുള്ളതാണ്. അതാണ് പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് എനർജി ഉള്ളപ്പോൾ
എന്ത് നെഗറ്റീവ് എനർജി അല്ലേ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ കഥ പറയുന്ന സമയത്ത് ഏതൊക്കെയോ മൂലയിൽ ഇരുന്ന് നമുക്കും പണിയാൻ ശ്രമിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ചുറ്റിലുമുള്ളത് പോസിറ്റീവ് എനർജിയാണ്. മരണപ്പെട്ടു പോയിട്ടുള്ള കൊല്ലം സുനിയുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് 7 മാസത്തോളം ആ വീട് പണി സ്റ്റേയിലായിരുന്നു. അതിന്റെ പിന്നിലും കേസ് കൊടുത്ത ആ ഭൂമിക്ക് അവകാശമുള്ള ആളുകളുടെ കരങ്ങളായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ ഓർഡർ അവർ വാങ്ങിയെടുത്തിരുന്നു. പക്ഷേ അതൊന്നും അധികം നാൾ നീണ്ടു നിന്നില്ല എന്നുള്ളതാണ്. കയ്യിൽ പണം വാരിയെറിയാനുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടണം എന്നുള്ളതാണ്. പിന്നെ പണം കൊടുത്താൽ ആളെ കൂടെ കിട്ടാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നമ്മളെപ്പോലെ നട്ടെല്ല് പണയം വെക്കാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളതാണ്. പിന്നെ ഈ വിഷപ്പാമ്പിന് ഈ ഒരു ചാത്തൻ സേവയൊന്നും അല്ലാതെ മറ്റു ചില കളികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. സൈക്കിളാണ് കഥ. സൈക്കിൾ, കോഴിക്കോട് ഭാഷയിൽ അതിനെ വേറെന്തോ പറയും, ഞാനതിവിടെ പറയുന്നില്ല. ഈ കഥയിലെ മെയിൻ കഥാപാത്രം നമ്മുടെ വിഷപ്പാമ്പ് എങ്ങനെയാണ് അച്ഛനായത് എന്നുള്ള ഒരു സംശയമുണ്ട്. ആ 2ാം കെട്ടിൽ അച്ഛനായതിനെ കുറിച്ചിട്ടല്ല കേട്ടോ പറയുന്നത്, അല്ലാതെ എങ്ങനെ അച്ഛനായി എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റാന്നിയിലുള്ള ഒരു ഉഡായിപ്പ് തിരുമേനിയുടെ അടുത്ത് പോയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം തിരുമേനിയായി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. പള്ളിയില്ല, പട്ടക്കാരനില്ല, ഒരു സെമിനാരിയിലും പഠിക്കാനും പോയിട്ടില്ല, പിന്നെ എങ്ങനെ ഇതാകുന്നു? ക്രിസ്ത്യൻ മതവിശ്വാസപ്രകാരം ജീവിക്കുന്ന, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ എൻ്റെ തിരക്കഥയിലേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ അത് ഉപകാരപ്പെടും കേട്ടോ. അത് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു കഥയിൽ മറ്റൊരു പേരും കൂടിയുണ്ട് കേട്ടോ. വിഷപ്പാമ്പ് എന്ന് മാത്രമല്ല, തന്നെത്താൻ തിരുമേനിയായ മനുഷ്യനാണ്. തന്നെത്താൻ തിരുമേനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തന്നെത്താൻ സഭയിലെ തന്നെത്താൻ തിരുമേനി. അത് കൊള്ളാവല്ലേ? കൊള്ളാം. പിന്നെ മറ്റൊരു വലിയ ചതി കൂടി നടക്കുന്നുണ്ട്. ഇവിടെ മീനമ്മ എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് ശപിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. പട്ടിണി കിടന്നുകൊണ്ടാണ് മരിക്കുന്നത്. അവർ മരിച്ച സമയത്ത് അവരുടെ ഭൗതിക ശരീരം അടക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരെല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു കോർട്ട് ഓർഡറുമായിട്ട് വിഷപ്പാമ്പ് രംഗത്ത് വരുന്നത്. വിഷപ്പാമ്പ് ആ ഒരു സാധനം അങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. അതായത് ഈ അമ്മയെ അടക്കം ചെയ്യാനുള്ള എല്ലാ റൈറ്റും എനിക്കാണ്. കോടതിയിൽ നിന്നും അദ്ദേഹം നേടിയെടുത്ത ഒരു പേപ്പർ. ഒരു ബറ്റാലിയൻ പോലീസുകാരും ഒന്നിച്ചാണ് അന്ന് ആ വീട്ടിലേക്ക് കയറി വന്നത്. മരിക്കുന്നതിന് മുന്നേ തന്നെ ആ അമ്മച്ചി പറഞ്ഞൊരു വാക്കുണ്ട്, ഒരിക്കലും എന്നെ അവന് വിട്ടുകൊടുക്കരുതെന്ന്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കോർട്ട് ഓർഡറുമായിട്ട് അവൻ വന്ന് കൊണ്ടുപോയി. എങ്ങനെയാണ് ഇയാളുടെ ചാത്തൻ സേവ പുറത്തു വരുന്നത് എന്നുള്ളതല്ലേ. നമുക്ക് മറ്റൊരു കഥാപാത്രത്തിനെയും കൂടിയും ഈ സീരിയലിലേക്ക് കൊണ്ടുവരാനുണ്ട്. ചാത്തപ്പൻ എന്നാണ് ആ ഒരു കഥാപാത്രത്തിന്റെ പേര്. അതായത് ഈ വിഷപ്പാമ്പിന്റെ ഡ്രൈവർ ആയിരുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹവുമായിട്ട് പിണങ്ങിയ ആ ഒരു കാലയളവിലാണ് ഈ ചാത്തപ്പൻ എന്ന് പറയുന്ന വ്യക്തി ആ നഗ്ന സത്യങ്ങളൊക്കെ കേസ് കൊടുത്ത ചില ആളുകളോട് പറയുന്നത്. സ്വത്തിന് വേണ്ടി കേസ് കൊടുത്ത ആളുകളോട് നിങ്ങളെയൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പല സേവകളും അയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ചെറുപ്പം മുതൽ തന്നെ ഈ വിഷപ്പാമ്പിന്റെ സ്വഭാവം അറിയുന്ന എല്ലാവർക്കും അത് ഭയമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടേണ്ടത്? ആ ഒരു വിശ്വാസം അവർ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ കണ്ണിൽ തട്ടേണ്ടത് പലപ്പോഴായിട്ട് പുരികത്തിൽ തട്ടിയവർ രക്ഷപ്പെട്ടു മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിച്ച് ആ പണം കൊണ്ട് മുന്നോട്ട് പോയ ആ കഥ നായകനുണ്ടല്ലോ, നായകനായിട്ടാണ് നമ്മുടെ സീരിയലിൽ കാണിക്കാൻ കഴിയുള്ളൂ. കാരണം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് പോക്കറ്റിൽ വന്ന് വീണ് കിടക്കുന്നത്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ചാളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് പറ്റിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷപ്പാമ്പ്. അദ്ദേഹം ഒരു സഭയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. ആ സഭ രൂപീകരിച്ചതും അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ്. അതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം എങ്ങനെ തിരുമേനിയായി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയും നമ്മളൊരു ലൂപ്പ് പോയിന്റ് ആയിട്ട് അവിടെ വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ഒരു കാര്യം, ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ചാത്തൻ സേവ ചെയ്യാൻ കഴിയും? വലിയൊരു ചോദ്യമാണ്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിലുള്ള മേക്കപ്പ്, പുട്ടി, ലിപ്സ്റ്റിക്ക് ഇതൊക്കെ ഇട്ട് നല്ല മെനയായി നടക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ നമ്മുടെ കഥാപാത്രം. അത്യാവശ്യം നല്ല ഗ്ലാമറസ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കഥാപാത്രം. ഈ കഥാപാത്രത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്, പല ആക്ഷൻസുകളും ഉണ്ട് എന്നുള്ളതാണ്. പലതും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാവും. നാടക നടിയല്ലേ, നാടക നടനല്ലേ, അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സിനിമയിലാണ് കേട്ടോ, സീരിയലിലാണ് കേട്ടോ.
മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കാണിക്കാറില്ല. ഓൺലി സിനിമ, സീരിയൽ മാത്രമാണെന്നുള്ളതാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ. വല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുക്കുമെന്ന് പേടിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം, വല്ലാണ്ട് കളിച്ചാൽ ചാത്തൻ സേവ ചെയ്ത് നിനക്ക് പണി തരുമെന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ഇതൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നടനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? അങ്ങനെ വല്ല നടനെക്കുറിച്ച് അറിയുമെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന എനിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. കഴിയുന്നില്ല, കഥ ഇവിടെ തുടരും. ഈ ഒരു കഥയിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഡാറ്റാസ് കിട്ടാൻ ഒരു ദിവസം വൈകും. ആ ഒരു ദിവസം വരെ നിങ്ങളെ കാത്തിരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഉള്ള കാര്യം ഞാനിവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ ഡാറ്റാസ് വന്നാൽ നിങ്ങൾ അമ്പരന്ന് പോകും എന്നുള്ളതാണ്. അത് പാർട്ട് 5 കാണാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും എൻ്റെ തലയിലോട്ട് ഓരോ വിഷൻസ് ഇങ്ങനെ വരും. അങ്ങനെ ഈ ഒരു സാങ്കല്പിക കഥയിലേക്ക് ചേരുവകൾ ഓരോന്നോരോന്നായി ഞാൻ ചേർത്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് സിനിമയാകുകയാണ് എങ്കിൽ റിയൽ എവിഡൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമ അങ്ങ് ചെയ്യും. ഇപ്പോൾ സീരിയലിനുള്ള സാധനങ്ങളേ ഉള്ളൂ, സീരിയലായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഇത് ഇൻട്രസ്റ്റിംഗ് ആയോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു രീതിയിലേ ഇത് പറഞ്ഞാൽ ശരിയാവുള്ളൂ. ഈ ഒരു ഗെറ്റപ്പിൽ പറഞ്ഞാൽ ഒന്നും കൂടി നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല മണ്ടാറത്തിലേക്കോട്ടെ, ഈ ഗെറ്റപ്പ് പിടിച്ച് സംസാരിക്കാൻ പയ്യടേ കുറേ നേരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നേ പറയുന്നുള്ളൂ, എൻ്റെ പൊന്നു മക്കളെ, ഇതൊരു സാങ്കല്പിക കഥയാണ്. ഇതിൽ നിന്ന് ഓരോന്ന് ചൂണ്ടിയെടുത്തുകൊണ്ട് അപ്പുറത്ത് ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ശബ്ദങ്ങൾ പുറത്തു വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടേതല്ല, അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ അല്ല, അത് ആരുടെയുമല്ല. പിന്നെ എന്തെങ്കിലും തമ്പനയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ. ഞാൻ തമ്പനയിൽ വെക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോയല്ല, അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോയല്ല, അത് ആരുടെയോ ഫോട്ടോയാണ്. എല്ലായിടത്തും ചൂണ്ടിക്കൊണ്ടുപോയിട്ട് സന്ദീപ് എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കാൻ നിൽക്കണ്ട. ഞാനിവിടെ തിരക്കഥാകൃത്താണ്. എൻ്റെ തിരക്കഥയിൽ വരുന്ന പല കഥാപാത്രങ്ങളും ഉണ്ടാവും. അവരുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളും ജീവിച്ചിരിപ്പില്ല. ഈ കഥ വെറും സാങ്കല്പികം മാത്രമാണെന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്കൊരു പഞ്ചിന് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയുന്നത് വെച്ചിട്ട് അതൊക്കെ എടുത്തങ്ങ് കൊണ്ടുപോയിട്ട് എന്തിനാണ് മക്കളെ കേസിലൊക്കെ പോയി പെടുന്നത്? അയ്യയ്യേ, കുറെ പൊട്ടന്മാരും പൊട്ടികളും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എൻ്റെ കഥ, എൻ്റെ മാത്രം കഥ. ഏതെങ്കിലും കാലത്ത് ഈ കഥ റിയൽ ആവുകയാണ് എങ്കിൽ എല്ലാം തരാം. ഉണ്ട്, എല്ലാം ഉണ്ട്. വീണ്ടും വരാൻ കേട്ടോ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാഴ്ചയിൽ 3 തവണ ഹൈപ്പ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു. ഷെയർ ചെയ്യ്. വീണ്ടും വരട്ടെ അടുത്ത പാർട്ടായിട്ട്. അടുത്ത പാർട്ട് ഒന്നും കൂടി ശക്തമായിരിക്കും എന്നുള്ളതാണ്. കൂടെ നിന്നോളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളും സന്ദീപ് സൈനിങ് ഓഫ്.